മധുവിന് വേടനെ അത്ര താല്പര്യമില്ല. ആരാണ് മധു? ഈ ഒരു ചോദ്യമാണോ മധുവിൻ്റെയും പ്രശ്നം? വേടനെ അറിയുന്ന ഭൂരിഭാഗം മലയാളികൾക്കും മധുവിനെ അറിയില്ല. പക്ഷേ വേടനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മധു നടത്തിയൊരു പരാമർശം കുറച്ച് വൈറലാക്കിയിട്ടുണ്ട് മധുവിനെ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു താരമാണ് മധു. മധു എന്ന് പറയുന്നത് RSS മുഖപത്രം കേസരിയുടെ മുഖ്യ പത്രാധിപരാണ് NR മധു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വേടനെക്കുറിച്ച് കൊല്ലം കുണ്ടറയിൽ ഒരു വിദ്വേഷ പ്രസംഗം നടത്തുകയുണ്ടായി. ഒരു വിവാദ പരാമർശമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: വേടൻ മതഭീകരതയുടെ പ്രചാരകനാണ്. രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് നടക്കുന്ന കുറച്ച് സ്പോൺസർമാരുണ്ട് വേടന് പിന്നിലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന. എവിടെയാണ് വേടൻ്റെ വരികളിൽ ഈ NR മധുവിന് ഇത്തരത്തിലൊരു മതഭീകരത കണ്ടെടുക്കാൻ കഴിഞ്ഞത്? എവിടെയാണ് രാജ്യത്തിൻ്റെ വിഘടനം ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഇദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് മധുവിന് കണ്ടെത്താൻ സാധിച്ചത്? എങ്ങനെയാണ്? ഏത് വാക്കുകളാണ് അദ്ദേഹം ഇതിനൊക്കെ അടിവരയിട്ട് പറയുന്നത്? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, വേടൻ്റെ കല എന്ന് പറയുന്നത് യുവജനങ്ങൾക്കിടയിൽ വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണെന്നാണ്. എന്ത് ദ്രോഹമാണ് ഈ വേടൻ ഇദ്ദേഹത്തോട് ചെയ്തത്, അല്ലെങ്കിൽ ഈ യുവതലമുറയോട് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കുറച്ച് ആശയങ്ങൾ കുറച്ച് വരികളാക്കി പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു. അതിന് വലിയ സ്വീകാര്യത കിട്ടി, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടി. അതാണോ അദ്ദേഹത്തിൻ്റെ പ്രശ്നം? ഈ അവഹേളനവും സവർണ മേധാവിത്വവുമെല്ലാം എല്ലാ കാലത്തും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പല രൂപങ്ങളിലും പല ഭാവങ്ങളിലുമായിരിക്കുമെന്ന് മാത്രം. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ മറ്റൊരു രൂപഭാവം അല്ലെങ്കിൽ രൂപഭേദമാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും. വേടനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം തീർന്നില്ല. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വേടൻ്റെ കലാരൂപം അല്ലെങ്കിൽ ഈ ഒരു വേടൻ്റെ പ്രോഗ്രാം നാലമ്പലത്തിലൊക്കെ വെക്കാൻ താല്പര്യം കാണിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിന് വേണ്ടി ക്യാബറ ഡാൻസൊക്കെ നാലമ്പലത്തിൽ വെക്കുമെന്നാണ്. വേടൻ്റെ പരിപാടി കാണാൻ ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കുള്ള സ്വീകാര്യത കൊണ്ടല്ലേ. അതിലൊരിക്കലും ഇത്ര കണ്ട് അസൂയപ്പെടാനോ അല്ലെങ്കിൽ ഒരു വിദ്വേഷം വരേണ്ടൊക്കെ കാര്യമുണ്ടോ? അദ്ദേഹം എന്താണൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ അത് അമ്പലത്തിലെ ഉത്സവമായിക്കോട്ടെ, പള്ളിയിലെ പെരുന്നാളായിക്കോട്ടെ, മറ്റെന്ത് ആയിക്കോട്ടെ, ഒരു ആഘോഷം എന്ന് പറയുന്നത് കുറച്ച് പേർക്ക്, ആ ഒരു അമ്പലമാണെങ്കിൽ ഒരു ഉത്സവമാണെങ്കിൽ ആ ഭാഗത്തുള്ള കുറച്ച് പേർക്ക് ഒരു സന്തോഷിക്കാനുള്ള ഒരു കുറച്ച് നിമിഷങ്ങളാണ് ഒരു ആഘോഷം എന്ന് പറയുന്നത്. എല്ലാ ആഘോഷങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. അത്തരത്തിലൊരു ആഘോഷത്തിൽ ആ നാട്ടിലെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ആളുകൾ സന്തോഷിക്കുന്നത് വേടൻ്റെ പരിപാടി കണ്ടിട്ടാണെങ്കിൽ മധുവിന് എന്ത് ചെയ്തം? അത് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ അമ്പലം ഭാരവാഹികളുടെ താല്പര്യമല്ലേ. അതിന് നാട്ടുകാർ എതിർക്കുന്നില്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. അത് അവരുടെ അവകാശമാണ് ആ പരിപാടി കാണാൻ സാധിക്കാവുന്നത് അല്ലെങ്കിൽ ആ പരിപാടി കാണുക എന്നുള്ളത്. ഇനി ഈ മതഭീകരതയെക്കുറിച്ച് പറഞ്ഞ മധു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു. ഷവർമ്മയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഷവർമ്മ എന്ന് പറയുന്നത് വർമ്മമാരെ കൊല്ലുന്ന അല്ലെങ്കിൽ വർമ്മമാരുടെ ശവം എടുക്കുന്നവരെന്നാണ് പറയുന്നത്. ശവവർമ്മകൾ എന്നാണ് പറയുന്നത്. അതായത് ഇത് കഴിച്ചിട്ട്, ഈ ഷവർമ്മ കഴിച്ചിട്ട് ഇന്നോളം ഹിന്ദുക്കൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന്. മുഹമ്മദോ ആയിഷയോ തോമസോ ഒന്നും മരിച്ചിട്ടില്ല, ഹിന്ദുക്കൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ, വർമ്മമാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെയൊന്നും ഈ ഒരു ഭക്ഷണത്തിൽ, ഈ ഒരു ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഷവർമ്മ എന്ന് പറയുന്നത് ഒരു ഷവർമ്മ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തെരുവിലൊക്കെ ഇവിടെ നടക്കുമ്പോൾ മാംസം കരിയുന്ന ഗന്ധം ശ്മശാനത്തിലൂടെ പോകുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അത്രേ. അപ്പോൾ ആ ഒരു മാംസം കഴിച്ചിട്ട് മരിച്ചത് ഹിന്ദുക്കളാണെന്ന്. ഇവിടെയൊന്നും ഒരു മതഭീകരതയോ ഒരു മതതീവ്രവാദമോ ഒന്നുമില്ല കേട്ടോ. അദ്ദേഹം വളരെ വ്യക്തമായും സദുദ്ദേശത്തോടു കൂടി മാത്രമാണ് അത് പറഞ്ഞത്. ഈ ഒരു ഭക്ഷണത്തെ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ് ഇത്തരത്തിലൊരു വേടനെക്കുറിച്ചൊക്കെ പരാമർശിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശം ഉണ്ടാക്കാനും? ഒരിക്കലും ഈ ഒരു RSS എന്ന് പറയുന്ന സംഘടനയാണ്, അവരുടെ ഒരു പൊതുവായ അഭിപ്രായമാണ് ഇതെന്നൊന്നും ആരും കരുതണ്ട. ഇത് മധു എന്ന് പറയുന്ന NR മധു എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം അഭിപ്രായമാണ്. മറ്റ് കമ്മ്യൂണിസ്റ്റിൻ്റെയോ കോൺഗ്രസിൻ്റെയോ RSSൻ്റെയോ BJPയുടെയോ മറ്റ് ഒരു മുസ്ലിം ലീഗിൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. NR മധുവിൻ്റെ മാത്രം അഭിപ്രായമാണ്. സ്വന്തം അഭിപ്രായം ഒരു പൊതുവേദി കിട്ടിയപ്പോൾ അദ്ദേഹം അങ്ങ് തുറന്നടിച്ചു, അത്രമാത്രം.